ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെള്ളം മുഴുവനായിട്ട് അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഏതാണ്ട് ചിക്കൻ തന്നെ ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിക്കണം, ഒറ്റ സ്റ്റെപ്പ് ഒഴിച്ചുകൂടുക. ചിക്കൻ ഒരു 3 വെള്ളത്തിൽ കഴുകണം. നമ്മൾ ഓരോന്നായിട്ട് എടുത്തെടുത്ത് ഇങ്ങനെ വൃത്തിയാക്കണം. ഇനി അടുത്തത് ഉപ്പിട്ട് നല്ലതുപോലെ കഴുകണം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോസ്റ്റഡ് ചിക്കനാണ്. നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ള് കഴുകി കഴിഞ്ഞു. നമ്മൾ ഒരു പാത്രം എടുത്തിട്ട്, അരിപ്പ പാത്രം എടുത്തിട്ട് നമ്മൾ ഇറച്ചി തോരാൻ വയ്ക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെള്ളം മുഴുവനായിട്ട് അങ്ങ് പോയി കിട്ടും. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇറച്ചി നല്ലതോണം തോന്നതിന് ശേഷം അത് പറക്കി മാറ്റാം. വെള്ളം മാക്സിമം പോകണം. ഒരു 2 കരണ്ടി കുരുമുളക്, കുറച്ച് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിന് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് വേറൊരു പാത്രത്തിലോട്ട് ഇറച്ചി മാറ്റി വെച്ച് അത് അവിടെ ഇരിക്കട്ട് അരമണിക്കൂർ ഇരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാക്കാം. ഇനി കോൺഫ്ലവർ ഒരു 2 കപ്പ് കോൺഫ്ലവർ, പിന്നെ 2 സെയിം കപ്പ് തന്നെ മൈദ. ഒരു കരണ്ടി കുരുമുളക്, 1 കരണ്ടി മുളക്, ഇത് പിരിയ മുളക്, ചിക്കൻ മസാല 1 കരണ്ടി, നല്ല മണം വരട്ടെ. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് ചിക്കൻ എടുത്തതിനകത്തോട്ട് ഇടാം. മിക്സ് ചെയ്തെടുക്കാം. ആ മാവ് എല്ലായിടത്തും കൊണ്ട് വെച്ചിട്ട് ഇനി നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ചെറിയൊരു സംഗതിയുടെ ചേർക്കുകയാണ്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് നമുക്ക് ചേർക്കാം. അതാണ്ടതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഒരു പിടി വെളുത്തുള്ളി, ഒരു വലിയൊരു സവാള നമ്മൾ നല്ല മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും, വെളുത്തുള്ളിയും ഉള്ളിയും. അപ്പോൾ എല്ലാ മസാലയും ആയിട്ടുണ്ട്. ഇനി ഒരു 3 മുട്ട നമ്മൾ ഉടച്ച് വെച്ചേക്കും. ഒരു 3 മുട്ടയും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കണം. ഇനി ഒരു 3 മണിക്കൂർ നമുക്ക് വെച്ചേക്കാം പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കണം. അപ്പോൾ ഏതാണ്ട് ചിക്കൻ തന്നെ ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നമുക്ക് പിടിക്കാൻ വെച്ചേക്കാം. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. അത് ഒരു മുട്ട മിക്സിയിലോട്ട് ഇടണം. എന്നിട്ട് കുറച്ച് ഒലിവ് ഓയിൽ, ഇത് പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഒരു നുള്ള് പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, പിന്നെ ഒരു പാതി നാരങ്ങ, ഓക്കെ. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്യാം.
തുറന്ന് നോക്കാം. ആയിട്ടില്ല. കുറച്ചൊരു എണ്ണ ഒഴിക്കാം. കുറച്ച് വേണ്ടി വിടുക. നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിക്കണം. ഒറ്റ സ്റ്റെപ്പ് ഒഴിച്ചു വിടുക, എങ്കിലേ അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഓക്കെ, മയണൈസ് ആയിട്ടുണ്ട്. നമുക്ക് 2 പ്രാവശ്യം ഇതുപോലെ ആക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു സെറ്റ് ഇടാക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത പൊരിക്കാനുള്ള ചട്ടിയൊക്കെ റെഡിയാക്കി എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊരിക്കാനുള്ള പരിപാടിയായിട്ട് തുടങ്ങാം. ഇതവിടെ നമ്മൾ 2 സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കോൺഫ്ലവറും മൈദയും, ഇത് ഓട്സ്. രണ്ടിലും നമ്മൾ മുക്കി ഉണ്ടാക്കാൻ പോവുകയാണ്. രണ്ടും വേറെ ആയിട്ടിരിക്കും. ഏതാണ് നല്ലതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൈദ മാവിലും കോൺഫ്ലവറും കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. വേറെ ഇരിക്കും. ഒരു 5-6 എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിടാം. ഇതമ്മ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതനുസരിച്ച് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഓട്സിലൂടെ നമ്മൾ മുക്കി വയ്ക്കുകയാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. വേറെ പാത്രത്തിൽ മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കാം. നമ്മൾ ഓട്സ് ഇട്ടത് നമ്മൾ നല്ല ചുമന്ന് വരുന്നുണ്ട്. ഇത് കാണാൻ കുറച്ച് നല്ല പരുവരായിരിപ്പുണ്ട് ഓട്സിൻ്റെ ആ ഒരു ക്ലിപ്പ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. അടിപൊളി അറിയാം, നല്ല വന്നിട്ടുണ്ടോ? കൊള്ളാം. മയണൈസും കൊള്ളാം, ഏകദേശം കൊള്ളാം. അപ്പോൾ അകത്ത് കറണ്ട് പോയി. അപ്പോൾ പുറത്തോട്ട് നമ്മൾ ഇറങ്ങി. അപ്പം ഇതും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഇത് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുണ്ട്. മറ്റുള്ള ക്രിസ്പിനെസ് കുറവായിരുന്നു, എന്നാലും ടേസ്റ്റ് സെയിം വേണം. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാം കാണണം. അതിനിടയ്ക്ക് ഒരു അഭിപ്രായം കൂടെ ചോദിക്കാനുണ്ട്.
നമ്മളെ മെയിൻ ടേസ്റ്ററാണ്. എങ്ങനെയുണ്ട്? ആ